സുഹൃത്തുക്കളെ, ഈ ക്ഷേത്ര ആചാരങ്ങളും ഈ ഫോക്ലോറുമായി ബന്ധപ്പെട്ടുള്ള ഒരു അന്വേഷണത്തിലെ അടുത്ത എപ്പിസോഡാണ്. അതിൽ നമുക്ക് ഈ ക്ഷേത്ര ആചാരങ്ങൾ ക്ഷേത്ര ആചാരങ്ങളിൽ സാധാരണ കയറുന്നത് മിക്ക ക്ഷേത്രങ്ങളിൽ സാധാരണ ഒരു ആചാരമാണ് പള്ളിവേട്ട. എന്തെന്ന് ഈ ആർക്കും അങ്ങനെ അറിയില്ലെന്ന് തോന്നുന്നു. പള്ളിവേട്ട, അതുപോലെ ആറാട്ട്. ഈ ആറാട്ട് എന്നുള്ള സംഭവം കാണാറുണ്ട്. പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ആറാട്ട് മഹോത്സവം ആ ദിവസം ഉച്ചയ്ക്ക് അവധിയൊക്കെയാണ് ഉള്ളത്. വിമാനത്താവളം അടച്ചിടുന്നവരെ കേട്ടിട്ടുണ്ട്. അത് ഇങ്ങനെ കുറേ ആചാരങ്ങളുണ്ട്. ഈ പള്ളിവേട്ട, ആറാട്ട്, അതുപോലെ തന്നെ വിളക്ക് കെട്ട് എന്നുള്ള ആചാരം, ഈ ഉള്ളത് ആചാരം. ഈ ആചാരങ്ങളും നമ്മളെ ഈ ഫോക്ലോറുമായിട്ടൊക്കെ ബന്ധമുണ്ട്. അല്ലെങ്കിൽ ഈ ആചാരങ്ങൾ തുടങ്ങിയത് എങ്ങനെയാണ്? ആചാരങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്ന ആചാരങ്ങളാണ് ഇതൊക്കെ. അത് നമ്മളത് പോകുമ്പോൾ ഏതാണ്ട് സംഘകാല കൃതികൾ കൂടെ പരിശോധിച്ചാലേ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. ഒന്ന്, ഈ സംഘകാല കൃതികളെന്ന് പറയുന്നത് ഏകദേശം BC ക്രിസ്തുവിനും, അതായത് പൊതുവർഷത്തിന് മുമ്പ് 200 മുതൽ ഏതാണ്ട് പൊതുവർഷം 600 വരെ ഉള്ള ഒരു 800 കൊല്ലക്കാലം എന്നൊരു ഏകദേശം കണക്ക് വ്യത്യാസം ഉണ്ടാവാം. ഈ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സമൂഹത്തിനെ അധികരിച്ച് രൂപപ്പെടുത്തിയെടുത്ത ഏതാണ്ട് 2400ഓളം പാട്ടുകളാണ് സംഘകാല സാഹിത്യം എന്ന് പറയുന്നത്. ഇത് പലതായി 8ആയി ഒക്കെ 18 കീഴ്ക്കണക്കും 18 മേൽക്കണക്കും എന്നൊക്കെ പറഞ്ഞത് ക്രോഡീകരിച്ചിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് പ്രധാനമായും പറയുന്നത് 5 തിണകളെ കുറിച്ചാണ്. അത് നമുക്ക് ഇന്ന് കേരളത്തിന് നമ്മൾ 3ആയി തരംതിരിക്കും: മലനാട്, ഇടനാട്, തീരപ്രദേശം. അതുപോലെ അന്ന് അവർ 5ആയി തരംതിരിച്ചിരുന്നു. ഒന്ന്, കുറം. കുറം എന്ന് പറഞ്ഞാൽ കുന്ന്. കുന്നിൽ താമസിച്ചിരുന്ന കുറവർ. രണ്ടാമത്തെ പാല. പാലയിൽ താമസിച്ചിരുന്ന മറവർ. മൂന്നാമത്തെ മരുതം. മരുതം നീർവാർച്ചാ പ്രദേശം, അവിടുത്തെ വേളാളർ. ഇന്നത്തെ വെള്ളാളരല്ല, വേളാളർ എന്ന് പറയുന്ന സമൂഹം. നാലാമത്തേത് തീരപ്രദേശങ്ങളിൽ താമസിച്ച പരതവർ, ഇന്നത്തെ പരവരെന്ന് പറയുന്ന മുക്കുവർ. ഇനി അഞ്ചാമത്തേത് പുൽമേടുകളിൽ താമസിച്ചിരുന്ന ആയർ. ആയർ എന്ന് പറയുന്നത് പശുപാലകരാണ്. പശുപാലകർ എന്ന് നമ്മൾ പറയും. പശുവാവാം, ആടാവാം, എന്തായാലും പുൽമേടുകളിൽ ഇവരെ പശുക്കളെയും ആടുകളെയൊക്കെ മേച്ച് ജീവിച്ചിരുന്ന സമൂഹമാണ്. അപ്പോൾ വസ്തുഭൂമി അന്ന് പൊതു സ്വത്തായിരുന്നത് കൊണ്ട് ഒരാളിൻ്റെ പ്രാമാണികത്വം നിശ്ചയിച്ചിരുന്നത് അയാളുടെ ഉടമസ്ഥയിലുള്ള ആടുകളുടെയോ പശുക്കളുടെയോ എണ്ണം നോക്കിയായിരുന്നു. അങ്ങനെയാണ് ആയി ഗോത്രത്തിൽ ആദ്യമായി ഗോത്രത്തലവന്മാർ രൂപപ്പെട്ടു. ഏറ്റവും കൂടുതൽ പശുക്കളുള്ളവൻ ഗോത്രത്തലവനായി. മറ്റു ഗോത്രത്തലവന്മാരെ ആക്രമിച്ച് കീഴടക്കിയവരൊക്കെ രാജാക്കന്മാരായി. അങ്ങനെ ആയി ഗോത്രത്തിൽ നിന്നാണ് ഈ രാജാക്കന്മാർ ഉയർന്നു വരുന്നത്. ഈ രാജാക്കന്മാരുടെ പ്രധാന ജോലികളെ കുറിച്ച് പറയുന്നുണ്ട്. പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് ബ്രാഹ്മണരെ സംരക്ഷിക്കുക, തപസ് ചെയ്യുന്ന മഹർഷിമാരെ സംരക്ഷിക്കുക, എന്നിട്ട് ദൈവത്തെ സംരക്ഷിക്കുക, പശുക്കളെ സംരക്ഷിക്കുക, അവസാനമായി പ്രജകളെ സംരക്ഷിക്കുക. അവസാനേ പ്രജ വരുന്നത്. അപ്പൊ ഇതിൽ ഈ മഹർഷിമാരെ സംരക്ഷിക്കുക എന്ന് പറയുന്നത്, അവരെ മഹർഷിമാർ വനത്തിലായിരിക്കും. ഈ വനത്തിലിരിക്കുന്ന മഹർഷിമാരെ സംരക്ഷിക്കുന്നത് ഈ ദുഷ്ടമൃഗങ്ങളെ കൊന്നുകൊണ്ടായിരിക്കും. ഇത് പഴയ ഒരു സങ്കല്പമാണ്. ഈ സങ്കല്പം കഴിഞ്ഞു, നാടുകളൊക്കെ നഗരങ്ങളായി, നഗരങ്ങളൊക്കെ മഹാനഗരങ്ങളായി, കൊട്ടാരങ്ങൾ, ബാക്കിയുള്ള ഇതെല്ലാം വന്നപ്പോഴും ഈ ആചാരം തുറന്നേ പറ്റൂ. അപ്പൊ ഈ കൃത്രിമമായി ഒരു കാട് സങ്കല്പിക്കും, ഉണ്ടാക്കും. കുറെ മരങ്ങളും ഇതൊക്കെ കൂടെ കൊണ്ടുവച്ചു അവിടെ കൊണ്ടുവന്ന് രാജാവ് ഒരു അമ്പയ്യും. അത്രേ ഉള്ളൂ. അതാണ് പള്ളിവേട്ട. പള്ളിവേട്ട. ക്ഷേത്രങ്ങളൊന്നും എങ്ങനെ? ക്ഷേത്രത്തിന്റെ പ്രതിനിധി രാജാവാണ്. രാജാവിനെ പകരമാണ് ഇത് ചെയ്യുന്നത്. അത് അദ്ദേഹത്തിന്റെ എല്ലാ ക്ഷേത്രങ്ങളിലും ഉണ്ട്. അതിന് രാജാവിന്റെ പ്രതിനിധിയായി വരുന്ന ആളിന്റെ പേരാണ് വേട്ടക്കുറുപ്പ്. വേട്ടക്കുറുപ്പാണ് ചെയ്യുന്നത്. ഇത് രാജാ പ്രതിനിധിയാണ്. അതൊരു സങ്കല്പമാണ്. അപ്പൊ യഥാർത്ഥത്തിൽ നായാട്ടാണ് അതുകൊണ്ട് ഉണ്ടായിരിക്കുന്നത്. അത് രാജാവ് ചെയ്യുമ്പോഴും ദൈവത്തിന് വേണ്ടി ചെയ്യുമ്പോഴും സാധാരണ വേട്ട പള്ളിവേട്ടയാണ്. ഇപ്പൊ നമ്മള് പണ്ടൊരിക്കൽ മാതൃഭൂമിയിൽ ഒരു കാർട്ടൂൺ വന്നിട്ടുണ്ട്, അമ്പലങ്ങളിൽ പള്ളിവേട്ട. ഇതിങ്ങനെയാണ്. അപ്പൊ ഇത് രാജാവ് ചെയ്യുമ്പോൾ, രാജാവിനും ദൈവത്തിനും വേണ്ടി ചെയ്യുമ്പോൾ അതിന്റെ കൂടെ പള്ളി. ഇപ്പൊ ഉറക്കം, നമ്മള് ഉറങ്ങുന്നു എന്ന് പറയും. പക്ഷെ രാജാവ് ഉറങ്ങുന്ന പള്ളി ഉറക്കം. രാജാവിന്റെ കട്ടില് പള്ളിക്കെട്ടിലാണ്, കാലോടിക്കാൻ പള്ളിക്കെട്ടിൽ. ഇതാണ്. അപ്പൊ ഇതാണ് ഈ ആചാരപരമായ പദങ്ങൾ ചേർത്താണ് ഇതിനെ ദൈവത്തിനും രാജാവിൻ്റെതുമായി മാറ്റുന്നത്. ഇതാണ് പള്ളിവേട്ട എന്ന് പറയും സങ്കല്പങ്ങൾ ഉദ്ദേശിക്കുന്നത്. ആറാട്ട്, ഇത് ആറാട്ട് എന്ന് പറഞ്ഞ കുളിയാണ്.
ഈ ആറാട്ട് സാധാരണ ഒന്നി ആറ്റിലായിരിക്കും അല്ലെങ്കിൽ കടലിലായിരിക്കും. ഇപ്പൊ തിരുവനന്തപുരത്ത് പപ്പനാഭനെ ആറാട്ടിന് കൊണ്ടുപോകുന്നത് ആരാണെന്നറിയാമോ? നിയമപരമായി അതിന് അകമ്പടി പോകുന്ന ആരാണ്? രാജാവാണ്. ദൈവത്തിന് രാജാവ് അകമ്പടി പോകുന്നു. തിരുവിതാംകൂർ രാജാവ് വാളും പിടിച്ച് അകമ്പടി പോകാനുള്ള ഒറ്റ അവകാശമേ ഉള്ളൂ. ദൈവത്തിനെ കുളിപ്പിക്കുന്നത് നമ്പൂരിമാരാണ്. രാജാവിനോട് കുളിപ്പിക്കാനുള്ള അവകാശമൊന്നുമില്ല. എട്ടരയോക്കാരാണ് അതിന്റെ പ്രകൃതികളാണ് അതിനകത്ത് വരുന്നത്. പുഷ്പാഞ്ജലി സ്വാമികളും ഒക്കെയാണ് ഇതിന്റെ അകത്തെ ആളുകൾ. അത് യഥാർത്ഥത്തിൽ ആറാട്ടം എന്ന് പറഞ്ഞ കുളിയാണ്. അതൊരു ആചാരം. അതിനെ ഉത്സവമാക്കി മാറ്റി ജനങ്ങൾ ഒന്നിച്ചു കൂടുന്നു, രാജാവിനെ തൊഴുന്നു, ദൈവത്തിനെ തൊഴുന്നു. അങ്ങനെയുള്ള ഒരു വലിയൊരു ഘോഷയാത്രയെ അത് മാറ്റുകയാണ് ഉണ്ടായത്. അപ്പൊ ജനത്തിന് മനുഷ്യൻ ജന്മം കൊണ്ട് തന്നെ അവന് അന്തർലീനമായ ചില അടിസ്ഥാന വികാരങ്ങളുണ്ട്. ഒന്ന് ഭയം, ഒന്നാണ്. രണ്ടാമത്തേത് ഈ പറഞ്ഞ പോലെ ഓപ്പോസിറ്റ് സെക്ഷനോടുള്ള നമ്മുടെ ആകർഷണം, കലഹിക്കാനുള്ള ത്വര. അതിലൊന്നാണ് ആഘോഷിക്കുവാനുള്ള ത്വര. ഇതിനെ ദൈവത്തിന്റെ പേരിലായാലും മറ്റേ അതിന്റെ പേരിൽ നമ്മൾ അതായത് നമ്മളെ ഈ മനുഷ്യ സമൂഹത്തിൽ ഈ പ്രത്യേകിച്ച് ഇന്നത്തെ മനുഷ്യ ഹോമോ സാപ്പിയൻസിന്റെ ഒരു പ്രത്യേകതയാണ് ഈ ഒത്തുചേരൽ. എന്ത് അത് ഒത്തുചേരൽ കൊണ്ടാണ് നമ്മൾ അതിജീവിച്ചു വന്നത്. അപ്പൊ നമ്മളെ ഈ ഒത്തുകൂടലിന്റെ മനഃശാസ്ത്രപരമായ മനുഷ്യന്റെ സാമൂഹികമായ സന്തോഷത്തിന് ഈ സോഷ്യൽ ബോണ്ടിങ് വലിയ ഘടകമാണ്. ഈ മനസ്സിലായി, ഈ സോഷ്യൽ ബോണ്ടിങ് ഘടകം. അങ്ങനെയാണ് ഈ ഉത്സവങ്ങൾക്ക് ഇത്രയും പ്രാധാന്യം വന്നത്. പക്ഷെ ഇത് തടസ്സമാണെന്നേ. വിമാനത്താവളം അടച്ചിടുന്നു, റോഡ് ഗതാഗതം മുടക്കുന്നു. മറ്റുള്ളവർക്ക് ഈ വിശ്വാസത്തിനോട് താല്പര്യമില്ലാത്ത ആൾക്കാർക്ക് അല്ല, ഇത് ഉത്സവത്തിനെ പറ്റി ഏറ്റവും വലിയൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ സമൂഹത്തിലും ഉണ്ടാകുന്ന വികസന പ്രക്രിയയ്ക്ക് അനുസരിച്ച് ഉത്സവങ്ങൾക്ക് മാറ്റം വന്നില്ല. അത് മാത്രമല്ല, ഇതിന് ജനാധിപത്യ പ്രക്രിയയില്ല. അതായത് വിശ്വാസം എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ലല്ലോ. അപ്പൊ ഇതിന്റെ ഈ കഥകളെല്ലാം മനസ്സിലാക്കിയാൽ നമ്മൾ ഇത്രയേ ഉള്ളൂ, ഈ ചരിത്രം എല്ലാം മനസ്സിലാക്കിക്കോളൂ. ഇത് അങ്ങനെ വിശ്വസിക്കുന്നവർ വിശ്വസിച്ചോട്ടെ, അത് അവരുടെ സൗകര്യാർത്ഥമാക്കണം, മറ്റുള്ളവരെ ബാധിക്കാതെ. അതാണ് നിങ്ങൾ നാട്ടിൽ കൊണ്ട് പൊങ്കാലിടണ്ട, നിങ്ങൾ ആറാട്ട് നടത്താൻ നിങ്ങൾ സ്വകാര്യമായി വല്ലതും ചെയ്യും. ഇത് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നതാണ്. അതെ, ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോ ഈ യുക്തിവാദികളായാലും അല്ലാത്തവരായാലും വിശ്വാസികളും ഒക്കെ ഒന്നിച്ചു പങ്കെടുക്കുന്ന തരമാണ് തൃശ്ശൂർ പൂരം. തൃശ്ശൂർ പൂരത്തിലെ മേളപ്പെരുക്കം ഇഷ്ടപ്പെടാത്തവരാരുമില്ല. അപ്പൊ പക്ഷേ ആ രീതിയിലേക്കല്ല ഉത്സവങ്ങൾ മാറണം. ഈ ഉത്സവം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെത് മാത്രമാണെന്ന് മനുഷ്യന് ഉപദ്രവകാരിയായി മാറുകയും ചെയ്യുന്ന ഒരു അവസ്ഥ വരുമ്പോഴാണ് പ്രശ്നമുണ്ടാകുന്നത്. അപ്പൊ ഇത് അല്ലാത്ത രീതിയിൽ ഉത്സവങ്ങളായിക്കോട്ടെ, ആ ഉത്സവത്തിനെ നമ്മൾ സ്വീകരിക്കുക തന്നെ വേണം. അതുപോലെ ഈ വിളക്ക് കെട്ടുന്ന സാധനമുണ്ടല്ലോ, വിളക്ക് കെട്ട് യഥാർത്ഥത്തിൽ വിളക്ക് കെട്ട്, കുതിരകെട്ട്, കുതിരകെട്ട് അത് ഇതല്ല. ഇപ്പൊ കുതിരകെട്ടെന്ന് പറയുന്നത് ക്ഷേത്രത്തിലെ ഈ ആണുങ്ങൾ സ്ത്രീ വേഷം കെട്ടിയെടുക്കുന്ന അതും കെട്ടാണ്. പക്ഷെ ഇതിൽ വിളക്ക് കെട്ടിനെയും കുതിരകെട്ടിനെയും നമ്മൾ മറ്റൊരു രീതിയിൽ കാണും. കാരണം അത് പിന്നെ ചരിത്രകാരന്മാരുടെ പഠനം അനുസരിച്ചാണെങ്കിൽ ഇവിടെ നരബലിയും മൃഗബലിയും ഒക്കെ നിരോധിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിന് ബദലായി ബുദ്ധമതക്കാർ കൊണ്ടുവന്ന ഒരു ആചാരമാണ് ഈ തേരുവിളക്കും കുതിരകെട്ടും എന്നൊരു പഠനം വന്നിട്ടുണ്ട്. പലരും അതിൻ്റെ പഠനങ്ങളോട് യോജിക്കണം. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ തേരുകെട്ടും കുതിരകെട്ടും എന്നൊക്കെ പറയുന്നത് നരബലിയോ മൃഗബലിയോ നിരോധിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്ന ഒരു ആചാരപരമായ ഒരു സമ്പ്രദായമാണ് എന്നും അത് പിന്നീട് ഒരു വിശ്വാസമായി തീർന്നു എന്നുമാണ് അതിനെ സംബന്ധിച്ച് ഉള്ള പഠനങ്ങൾ വന്നിട്ടുള്ളത്. ഇനി എന്താ ഒരു കാര്യം പറഞ്ഞ ഈ ചവറ വിളക്ക് കെട്ട് ആണുങ്ങൾ സ്ത്രീവേഷം കെട്ടി അതില് അത് ആ ആചാരം വന്നപ്പം ഈ ട്രാൻസ്ജെൻഡേഴ്സ് കമ്മ്യൂണിറ്റി ഉണ്ടല്ലോ, ഈ ട്രാൻസ്ജെൻഡർ ഹിജഡ പോലത്തെ അവരൊക്കെ ഇവിടെ വരാറുണ്ട്. അവർക്കൊരു സ്വാതന്ത്ര്യം പ്രഖ്യാപനം പോലെയാണ് ആ ഉത്സവം എന്ന് പറഞ്ഞത്. അപ്പൊ അതൊരു കെട്ടാടലാണ്. അല്ല, അതിന് സമാനമായി ഒരു ഉത്സവം നമ്മുടെ കുവാകം എന്ന് പറയുന്ന ഒരു ക്ഷേത്രത്തിൽ ഇപ്പോഴും തമിഴ്നാട്ടിലാണ് ട്രാൻസ്ജെൻഡേഴ്സിന്റെ ഉത്സവമാണ്. നമുക്കൊക്കെ ചെന്ന് കാണാമെന്നുള്ളത്. പക്ഷെ അതിൽ പങ്കെടുക്കുന്ന ഈ ട്രാൻസ്ജെൻഡേഴ്സ് മാത്രമാണ്, അവരുടെ ഉത്സവമാണ്. ചിത്രമാസത്തിലോ മറ്റുമാണ് അതിൻ്റെ ഉത്സവം. അവിടെ അവർ വളരെ ആഘോഷമായിട്ട് തലേ ദിവസം വൈകുന്നേരം വന്ന് പിറ്റേ ദിവസം വരെ അതിനകത്ത് പ്രധാന ചടങ്ങ് എന്ന് പറഞ്ഞാൽ താലികെട്ടാണ്. താലികെട്ടെന്ന് പറഞ്ഞാൽ അവിടെ ഒരു ക്ഷേത്രമുണ്ട്, ഇരവാനാണ് അവിടുത്തെ പ്രതിഷ്ഠ. ഇരവാന്റെ പൂജാരിയായ ബ്രാഹ്മണൻ വന്ന് ഈ എല്ലാ ട്രാൻസ്ജെൻഡേഴ്സിനും താലി കെട്ടും. താലി കെട്ടിയിട്ട് പിറ്റേ ദിവസം താലി അറുത്ത് മറ്റവര് പോകുകയാണ്. അപ്പൊ അതിനെ സംബന്ധിച്ച കഥ ഇതാണ്. ഈ ഇരവാൻ ഇതുണ്ടല്ലോ, നമ്മുടെ മഹാഭാരത യുദ്ധത്തിൽ ഇരവാനെ പങ്കുചേർക്കണം. അപ്പോൾ ഇരവാൻ എന്ന് പറയുന്ന നല്ല യുവാവാണ്, അയാൾക്ക് 17-18 വയസ്സേ ഉള്ളൂ. പക്ഷേ ഇരവാൻ മരിക്കുമെന്ന് എല്ലാവർക്കും ഉറപ്പാണ്. ഇരവാൻ മരിച്ചാൽ മാത്രമേ ആ യുദ്ധത്തിൽ ജയിക്കാൻ കഴിയൂ. അപ്പൊ ഇരവാനെ സമീപിച്ചു. ഇരവാൻ പറഞ്ഞു, ഞാൻ പങ്കെടുക്കാം, പക്ഷെ ഒരു
കണ്ടീഷൻ, എനിക്ക് ഒരു ദിവസമെങ്കിലും ദാമ്പത്യ സുഖം അനുഭവിക്കണം. മരിക്കും ഉറപ്പാണ്. പക്ഷെ ഒരു ദിവസം ദാമ്പത്യ സുഖത്തിന് വേണ്ടി ആരെങ്കിലും കഴുത്ത് നീട്ടി കൊടുക്കുമോ? താലികെട്ട് അതാരുമില്ല. അവസാനം ശ്രീകൃഷ്ണൻ സ്ത്രീ വേഷം കെട്ടി അവിടെ ചെന്നു എന്നും ശ്രീകൃഷ്ണനെ താലി ചാർത്തി എന്നും അങ്ങനെ അതിന്റെ ആചാര തുടർച്ചയാണ് ഇപ്പൊ നടക്കുന്നത്. എല്ലാവരും കൃഷ്ണൻ തന്നെ വരുന്നുണ്ട്. പക്ഷെ എന്തായാലും ട്രാൻസ്ജെൻഡേഴ്സിന്റെ ഉത്സവമാണ് കുവാകം എന്ന് പറയുന്ന ഗ്രാമത്തില്. ഇങ്ങനെ ഈ ക്ഷേത്രങ്ങളിലെ ഈ ആർത്തവ സമയത്ത് സ്ത്രീകൾക്ക് പ്രവേശിക്കാൻ പാടില്ല എന്നുള്ളത് ഇതുണ്ടല്ലോ, അത് വലിയൊരു സംഭവമാണ്. നമ്മൾ കോടതി ലെവലിൽ കയറിയ അതിവിടെ ബ്രാഹ്മണാധിപത്യം അടിച്ചേൽപ്പിച്ചതാണ്. കാരണം പിന്നെ വേറെ കാര്യമുള്ളതെന്ന് പറഞ്ഞാൽ ഈ പാടിനികൾ എന്നും വിരളികൾ എന്നും പറയുന്ന രണ്ടു തരം സ്ത്രീകളെ നമ്മൾ സംഘകാല സാഹിത്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അവരെല്ലാം ക്ഷേത്രത്തിലെ പൂജ നടത്തിയവർ വരെയുണ്ട്. ക്ഷേത്രത്തിൽ പൂജ നടത്തിയവരും ക്ഷേത്രത്തിൽ നൃത്തം ചെയ്യുന്നവരും ഒക്കെയാണ് അവര്. അപ്പൊ അവര് അതിനകത്ത് ഈ പറഞ്ഞ പോലെ രജസ്വല സ്ത്രീകൾ കയറിക്കൂടുന്നോ ചെയ്തു കൂടുന്നോ ഒന്നും അതിനകത്ത് പറയുന്നില്ല. അങ്ങനെ ഒരിടത്തും പറയുന്നില്ല. പക്ഷെ ഈ സമ്പ്രദായം വരുന്നത് ഈ വൈദിക ശ്രേഷ്ഠന്മാർ നടത്തുന്ന അവരുടെ നേതൃത്വം നടക്കുന്ന ക്ഷേത്രങ്ങൾ മാത്രമാണ് ഇങ്ങനെ ഈ രജസ്വലകളായ സ്ത്രീകൾ കയറിക്കൂടാ എന്നൊക്കെ പറയാം. മറ്റ് ഈ ഇതിൽ 2400ഓളം പാട്ടുകളുള്ളതിൽ ഒരിടത്ത് പോലും രജസ്വലകൾക്ക് അയിത്തം കൽപ്പിച്ചതായി ഒരു വരി പോലും ഇല്ല. അപ്പൊ അത് അതിനകത്ത് എനിക്കത് 100% പിന്നെ അതൊരു അന്ധവിശ്വാസം. അത് ഈ അന്ധവിശ്വാസം ഇത്രയും ജനകീയമായപ്പോഴേ നമ്മളെ ഈ പ്രസ്ഥാനങ്ങളെല്ലാം പ്രത്യേകിച്ച് ഈ ഭരണനിരപകളത്ത് നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെല്ലാം ആ അന്ധവിശ്വാസം നമ്മളോട് കൂട്ടിയിരിക്കുക. ശബരിമല വിഷയം വന്നപ്പോൾ ശബരിമല വിഷയം ഈ വിഷയം വന്നു. അപ്പം വിശ്വാസത്തിന് കൂടെ നിൽക്കുക, വിശ്വാസത്തിന്റെ കൂടെ നിൽക്കുക. നമ്മൾ സാമൂഹ്യ പരിഷ്കരണത്തിന് നിൽക്കുന്നില്ല. അതായത് രാഷ്ട്രീയ പാർട്ടികൾ നിൽക്കുന്നത് വെറും വോട്ടിന് വേണ്ടിയാണെന്ന് ഇതൊക്കെ സമൂഹത്തിൽ മാറ്റങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നില്ല. അപ്പൊ സാർ ഇതൊക്കെയാണെങ്കിൽ നമ്മുടെ ഈ നാരായണ ഗുരു ക്ഷേത്രം നിർമ്മിച്ചു. ഈ നാരായണ ഗുരു നിർമ്മിച്ച ക്ഷേത്രങ്ങളിൽ യഥാർത്ഥത്തിൽ പൂജാതി കർമ്മങ്ങൾ ചെയ്തത് ആരായിരുന്നു? അതാത് സമൂഹത്തിലെ ആളുകളായിരുന്നു. മാറി. അതിന് വലിയ രസകരമായ സംഭവം ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഈ തിരുവനന്തപുരം ജില്ലയിൽ നാരായണ ഗുരുവിന്റെ വെങ്കല പ്രതിമ ഞാൻ കണ്ടിട്ടുള്ള ഒരു സ്ഥലം എന്നാണ് മെഡിക്കൽ കോളേജിന് താഴെയാണ്. മെഡിക്കൽ കോളേജിൽ നിന്ന് ഉള്ളൂരേക്ക് പോകുന്ന അങ്ങോട്ട് പോകും പല ദിവസത്ത് നമുക്ക് കാണാം. അവിടെ ചെന്നപ്പോൾ ഒരു ദിവസം പാലഭിഷേകം നടക്കുന്നു. ഈ വെങ്കല ബിംബത്തിന്റെ മുകളിൽ പാലഭിഷേകം നടക്കുന്നു. നാരായണ ഗുരു അഭിഷേകത്തിനെ കുറിച്ച് ഒരിക്കൽ പറഞ്ഞത് ഇത് കുട്ടികൾക്ക് കാച്ചു കൊടുക്കാനാണ്. അതെ, ആ ഗുരുവിന്റെ തലയിൽ കൂടെയാണ് ഈ പാലഭിഷേകം. അതെ, അതിന് ഗുരുവിന്റെ വേറൊരു സംഭവം കൂടിയുണ്ട്. ഗുരു ഒരിക്കൽ കുളിച്ചിട്ട് രാവിലെ വന്നപ്പോൾ അദ്ദേഹത്തിന് ഒരു ചൂട് ചായ കുടിക്കണം. ചായ അവിടെ അതിന് വേണ്ടി അവിടെ അടുക്കളക്കാരനെ അദ്ദേഹം നിയമിച്ചിരുന്നു. അദ്ദേഹം അവിടെ ഒന്ന് നോക്കിയപ്പോൾ നാരായണ ഗുരുവിന്റെ ബിംബത്തിന്റെ മുമ്പിൽ ഇദ്ദേഹം പൂജ നടത്തുന്നു. ഗുരു ജീവിച്ചിരിക്കുകയാണ്. അപ്പൊ ഗുരു കൂടെ നിന്ന ശിഷ്യനോട് പറഞ്ഞു, എനിക്ക് ഒരു ഗ്ലാസ് ചൂടുവെള്ളം തരാൻ ആളില്ല, അവൻ എന്റെ പടത്തിൽ പൂജ നടത്തുന്നു. അതാണ്. അപ്പൊ ഗുരു ജീവിച്ചിരുന്ന കാലത്ത് പോലും അല്ല, ഗുരു അവസാന കാലഘട്ടത്തിൽ പറഞ്ഞു അമ്പലങ്ങൾ ഇനി വേണ്ട, പള്ളിക്കൂടങ്ങളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നാരായണ ഗുരുവിന്റെ പിൻഗാമി ആളായിരുന്ന ഒരു ശബരിമലയിൽ തീ കത്തിയപ്പോൾ തീ കത്തിയപ്പോൾ വന്നപ്പോൾ അന്നത്തെ മന്ത്രി ആരുമായിരുന്ന സി കേശവൻ പറഞ്ഞാണ് ഒരു അമ്പലം കത്തിയ അത്രയും അന്ധവിശ്വാസം പറഞ്ഞൊരു രാഷ്ട്രീയക്കാരനാണ്. നമുക്ക് ഇന്ന് അങ്ങനെ രാഷ്ട്രീയക്കാരൻ ധൈര്യത്തിൽ പറയാം. കൊന്നുകളയില്ലേ, കത്തിയ ഉടനെ ഒരു ഓടി എത്തി അയാളെ വീട് കത്തിക്കും. അങ്ങനെ പറയാൻ രാഷ്ട്രീയപരമായ ഒരു ധൈര്യം ഈ അമ്പലങ്ങളിൽ കുമ്പിട്ട് നിൽക്കുന്ന അമ്പലങ്ങളിലും ആരാധനകളിലും മത പൗരോഹിത്യത്തിന് മുമ്പേ മുട്ടിട്ട് എഴഞ്ഞ് കുമ്പിട്ട് നിൽക്കുന്ന രാഷ്ട്രീയക്കാരെ നമുക്ക് കാണാൻ പറ്റും. അന്ന് അദ്ദേഹം എനിക്കൊരു മുഖ്യമന്ത്രി ആണെന്ന് തോന്നുന്നു. അന്ന് അല്ലേ കെ.സി. കേശവൻ പറയുമ്പോൾ മുഖ്യമന്ത്രി ആയിരുന്നു എന്ന് എനിക്കറിയില്ല. എന്തായാലും അന്ന് സമൂഹത്തിൽ നിറഞ്ഞു നിൽക്കുന്ന അദ്ദേഹം എന്ന് പറഞ്ഞു ഒരു അമ്പലം കത്തി എന്ന് പറഞ്ഞപ്പോ അത്രയും അന്ധവിശ്വാസം കുറയും. അതോടെ അമ്പലങ്ങൾക്ക് തീ കൊളുത്തുക എന്ന് പറഞ്ഞ വീട്ടിൽ പെട്ടത് നമ്മൾ അത്ര തീവ്രപരമായി പറഞ്ഞില്ല. അമ്പലങ്ങൾക്ക് തീ കൊളുത്തുന്നത് നമ്മൾ അങ്ങനെയല്ല പറയേണ്ടത്. അദ്ദേഹത്തിന്റെ അന്ന് പറയാൻ പറ്റിയ സാമൂഹ്യ പരിഷ്കർത്താക്കളും രാഷ്ട്രീയക്കാരും ഒന്നുണ്ടാകും. പക്ഷെ ഇന്ന് ഈ അന്ധവിശ്വാസത്തിന്റെ പിന്നാലെ പോകുന്ന ആൾക്കാരില്ല. അത് എനിക്ക് തോന്നുന്നു ഇതൊക്കെ ചൈനീസ് മാതൃക സ്വീകരിക്കുന്നതായിരിക്കും നല്ലത്. ചൈന ചെയ്തിരിക്കുന്ന എല്ലാ അമ്പലങ്ങളെയും സംരക്ഷിച്ചിട്ടുണ്ട്. പൗരാണികമെന്ന് ചരിത്ര പ്രസിദ്ധ എല്ലാത്തിനെയും സംരക്ഷിച്ചു. അവിടെ നിങ്ങൾക്ക് ടൂറിസ്റ്റുകൾക്ക് പോകാം, നിങ്ങൾക്ക് അതിന്റെ ചരിത്രം പഠിക്കാം, അവിടെ എന്ത് വേണേ ചെയ്യാം. അതിനെ സർക്കാർ സംരക്ഷിച്ചിട്ടുണ്ട്. അത് വിശ്വാസികൾക്ക് പോവേ വരായൊക്കെ ചെയ്യാം. മറിച്ച് അതിന്റെ പേരുള്ള അന്ധവിശ്വാസവും മറ്റ് ജനങ്ങളെ ഉപദ്രവിക്കുന്ന സമ്പ്രദായം പൂർണ്ണമായും ഈ ശബ്ദമൊക്കെ
ഏറ്റവും വലിയ പ്രശ്നം. സാറേ വേറെ നമ്മൾ നോക്കണമെങ്കിൽ ഈ ആചാരങ്ങൾക്ക് കൂട്ടു നിൽക്കുന്നത് അല്ലെങ്കിൽ കൂടുതൽ പങ്കാളികളാവുന്നത് സ്ത്രീകളാണ്, കൂടുതൽ സ്ത്രീകളാണ്. അതിനെക്കുറിച്ചൊക്കെ പല സാമൂഹിക നിരീക്ഷണം പറഞ്ഞു. നമുക്ക് ഇപ്പം പൊതു ഇടങ്ങൾ സജീവമാണെങ്കിൽ ഈ ആചാരക്രമങ്ങളിൽ അന്ധവിശ്വാസങ്ങൾ അതായത് നമ്മുടെ നഗരങ്ങളിലാണ് ഈ കനകക്കുന്ന് പോലുള്ള സ്ഥലങ്ങളിൽ ഈ നമ്മൾ വൈകുന്നേരങ്ങളൊക്കെ ഒത്തിരി ആൾക്കാർ കാണാൻ പറ്റും. നമുക്ക് യഥാർത്ഥത്തിൽ ഈ ഗ്രാമീണ മേഖലകളിലോ പ്രാദേശിക സ്ഥലങ്ങളിലോ പൊതു ഇടങ്ങളുടെ എണ്ണം കുറവാണ്. അപ്പം ഈ പൊതു ഇടങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ് ഇതാണെന്നുള്ള സാമൂഹിക നിരീക്ഷണം പറയുന്നു. പക്ഷെ നമ്മൾ നോക്കണേ ഈ അമ്പലങ്ങളിലൊക്കെ ഉള്ള ഈ ഭരണ നിർവഹണത്തിൽ ഈ അമ്പലങ്ങളിലെ ഭരിക്കുന്നവർ, അതായത് അതിൻ്റെ ട്രസ്റ്റ് അംഗങ്ങളോ ഭരിക്കുന്നവരോ സ്ത്രീകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ ഇല്ല, ഒരാൾ പോലും ഇല്ലാത്ത പല അല്ല അത് അക്കാര്യം നമ്മുടെ രാഷ്ട്രീയക്കാരും മോശമൊന്നുമല്ല. അതെ അതെ. എന്നെ ഈ അടുത്ത കാലത്ത് ഒരിടത്ത് ഒരു വനിതാ സാംസ്കാരിക സമിതി എന്താ കണ്ട പറഞ്ഞൊരു പരിപാടി. അപ്പൊ എന്നെ വിളിച്ച് ഞാൻ അവിടെ പോയി. അവിടെ ചെന്നപ്പോഴത്തേക്കിന് അധ്യക്ഷ സ്ത്രീയാണ്, സ്വാഗതം സ്ത്രീയാണ്, കൃതജ്ഞത സ്ത്രീയാണ്. ഈ 3 പേരുടെ ബാക്കിയെല്ലാം പുരുഷന്മാരാണ് പൊതുവിടങ്ങളിൽ. അങ്ങനെ ഇതെല്ലാം സ്ത്രീകളുടെ സാംസ്കാരിക സംഘടനയാണ്. അല്ല നമ്മുടെ ഈ സംഘടനകളിലേക്ക് സ്ത്രീകൾ പറഞ്ഞത് കുറവാണ്. പക്ഷെ ക്ഷേത്രങ്ങളിലും ആചാരങ്ങളിലും ഇപ്പൊ പള്ളികളിലൊക്കെ പോയാൽ പള്ളിയിലേക്ക് ഞായറാഴ്ച പോയാൽ കൂടുതൽ സ്ത്രീകളാണ്. പക്ഷെ ഇതിന്റെ ഭരണ നിർവഹണത്തിൽ സ്ത്രീകൾ ഇല്ല, മനസ്സിലല്ല. അങ്ങനെ ഒരു സാധനം നമ്മൾ കാണുന്നുണ്ട്. അതായത് ഇതിന് ഒരു തുല്യത എന്ന് പറഞ്ഞ സാധനം ഒരിക്കലും ഇല്ല, മതത്തിൽ അതില്ല. അതെ അതെ, മതത്തിൽ ഒരിക്കലും അതില്ല. അപ്പൊ സാറേ ഇത്രയും നമുക്ക് കാര്യങ്ങളാണുള്ളത്. നമുക്ക് ഈ ക്ഷേത്ര ആചാരത്തിലുള്ള ഫോക്ലോർ കാര്യങ്ങൾ ആണ് നമ്മൾ പറഞ്ഞത്. എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി.